എന്താടാ മോനെ? അപ്പ അടുത്ത 15-ാം തീയതി മോന്റെ പിറന്നാളാ. ആഹാ, നമുക്ക് ഇവിടെ വെച്ച് ആഘോഷിച്ചോളാം. അത് കോഴിക്കോട്ട് വെച്ച് അവിടുത്തെ ഫ്രണ്ട്സിനെ ധാരാളം വിളിക്കാനുള്ളതാ. അവരെങ്ങോട്ട് വിളിച്ചോ, നമ്മുടെ തോട്ടവും ബംഗ്ലാവും ഒക്കെ അവിടുന്ന് കാണട്ടെ. എന്തിനാണ് ഇപ്പൊ എന്നെ വിളിച്ചണയിപ്പിച്ചത്? അലക്സോട്ട് ഷേർലിയും വന്നിട്ടുണ്ട്. അതിന് ഞാൻ അവരെ പൊന്നും കുറിച്ച് മുത്തുകടം കൊണ്ട് സ്വീകരിക്കണം. അപ്പനൊരു കാര്യം. നിനക്കാണോ വക്കാലത്ത്? ഉറങ്ങാനും സമ്മതിക്കത്തില്ല, നാശം. പോയില്ലോ മീന്ന്. വിദേശത്തേക്ക് ഈട്ടിയും തേക്കും കയറ്റി വയ്ക്കാൻ എന്ത് ബുദ്ധിമുട്ടിയാണ് എനിക്ക് എക്സ്പോർട്ട് ലൈസൻസ് കിട്ടിയതെന്ന് അറിയാമോ? അത് അപ്പന്റെയോ ഇവിടെ ഇരിക്കുന്ന മാത്തുക്കുട്ടിയുടെ എടുക്കൊണ്ടല്ല, എന്റെ ഫാദറിലോ കാശ് മുടക്കിയ. നിന്റെ ആരാടാ മുടക്കിയേ? ഫാദറിലോ, എന്റെ ഷെർലിയുടെ പപ്പ. ഓ, കുഞ്ഞച്ചൻ. അത് ശരി. എടാ, ഈ ബിസിനസ് എന്ന് പറയുന്ന ഇവിടുന്ന് എത്ര രൂപ പറ്റിയിട്ടുണ്ട്? ഇപ്പോ എത്ര ബാക്കിയുണ്ട്? മിച്ചം എന്തുണ്ട് അത് പറ. അങ്ങനെ ചോദിച്ചാൽ കോഴിക്കോട്ട് വീടെടുത്ത് കഴിയാൻ എനിക്ക് ചെലവില്ലേ? പിന്നെ പുതിയതായ ഒരു ബിസിനസ്സിന് ഇറങ്ങിയാൽ കുറെ കാശൊക്കെ പോയെന്നും വരും. കുറച്ചോ? അത് നിർത്താനാ ഞാൻ ഈ പുതിയ ഓർഡർ പിടിച്ചത്. തടി വാങ്ങാൻ കാശ് ചോദിച്ചാൽ മാത്തുക്കുട്ടി തരത്തില്ല. അവൻ ആരാ? അവനോ? അച്ചാനെന്ന് പറയടാ. ഓ, ഇനി അതിന്റെ കുറവേ ഉള്ളൂ. ബാക്കിയുള്ളവൻ സ്വന്തമായി 4 കാശുണ്ടാക്കണ എന്റെ അസൂയ. ഇവിടെ പട്ടിയെപ്പോലെ വാലാട്ടി അയാളുടെ പുറകെ നടക്കാൻ ഇനി എന്നെ കിട്ടില്ല. ഞാനും അപ്പന്റെ മകനല്ലേ. എടാ, ഒന്ന് പതുക്കെ പറയടാ, ഞാൻ കേട്ടാ പോരെ? മതി. എനിക്ക് കാശ് തരുമോ ഇല്ലയോ? അപ്പം പറ. അപ്പനല്ല അപ്പൂപ്പൻ പറഞ്ഞാലും ശരി, ഒരു നയാ പൈസ പോലും നിനക്ക് ഇവിടുത്തെ കിട്ടില്ല. എടാ, ഞാൻ ഇവനോടാ സംസാരിക്കുന്നത്. അപ്പന ഇവന് ചീത്തേക്കുന്നത്. ഇവിടെ എന്തിന്റെ കുറവുണ്ടായിട്ടാ ഇവൻ കോഴിക്കോട്ട് പോയി താമസിക്കുന്നത്? അവിടെ ഇവന്റെയും കെട്ടിയുടെയും കളികൾ അപ്പൻ അറിയുന്നുണ്ടോ? ആണും പെണ്ണും അഴിഞ്ഞാടുന്ന ക്ലബും സർക്കിട്ടും ബാംഗ്ലൂരിൽ പോയി കിടന്നുള്ള കുതിരപ്പന്തയവും. ഇവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ നിനക്ക് നിന്റെ കെട്ടിയൊക്കെ ദൂസരിക്ക് ഞാൻ തരത്തില്ല. അതിനാരും ശുപാർശയ്ക്ക് വരികയും വേണ്ട. അപ്പം കേട്ടല്ലോ, ഞങ്ങൾ ക്ലബിൽ അഴിഞ്ഞാടുകയാണെന്ന്. എന്നെ കുറിച്ചൊന്നും പറഞ്ഞോട്ടെ, ഒരു തറവാട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നോളാം എന്റെ ഷേർലി. അവരെ കുറിച്ച് വേണ്ടാത്ത തെറിയൊക്കെ പറഞ്ഞിട്ടും അപ്പം കേട്ടോണ്ട് നിൽക്കുമല്ലായിരുന്നു. ഒരു വാക്കെങ്കിലും എതിര് പറഞ്ഞോ? മോളി, ഇത് ഇവിടെ വീഡിയോ ക്ലബിൽ നിന്ന് എടുത്തതാ. ഇത് ബ്ലൂ ഫിലിമാ, മുഴുവൻ 6 സ്റ്റാറ്ററിലിട്ട് കണ്ടു. താങ്ക്സ്. 2 വീഡിയോ എങ്കിലും കാണാലോ. ഇവിടെ ഇതിന് മടുത്തെടുത്തി. ഇവിടെ ആണെങ്കിൽ എന്നും വഴക്കും ബഹളവും. ദർ ഇസ് നോ ലൈഫ്, നോ കമ്പനി. ഒന്ന് സംസാരിക്കാനാണെങ്കിൽ ആകെ ഉള്ളത് മലമൂട്ടിന് വന്ന് കയറിയ വലിയടുത്തിയ. ഒരു കൾച്ചറില്ലാത്ത ജാതി. ഷൈലി, ഇതെന്താ കുഞ്ഞിന്റെ പുറത്തൊരു തടിപ്പ്? ആയാ? യെസ് മാം, ടേക്ക് ദിസ് സ്റ്റൈൽ ഫ്രം ഹർ. കം ഓൺ, ഗിവ് മീ. കുഞ്ഞിനെ അങ്ങ് കൊടുത്തേക്കെടുത്തി. ചേട്ടത്തിയുടെ കയ്യില് അടുക്കളയിൽ അഴുക്ക് മുഴുവനുണ്ടല്ലോ. അലക്സിസൻ ഇവിടെ വരുമ്പോഴല്ലേ മാത്തുക്കുട്ടി ചായന്റെ ആട്ടിൻചീറ്റും കേൾക്കുന്നത്? ഞാനേ ദിവസം കേട്ടുകൊണ്ടിരിക്കല്ലേ. ഇവിടുന്ന് എത്രയും വേഗം രക്ഷപ്പെടണമെന്നാ മോളി എപ്പോഴും പറയുന്നത്. മാത്തുക്കുട്ടി ചായന്റെ ചാട്ടം നിർത്താൻ ഞാൻ ഒരു വഴി കണ്ടിട്ടുണ്ട്. നിനക്ക് എന്നോട് നിൽക്കാൻ പറ്റും? ഇക്കാര്യത്തിൽ അലക്സിസൻ പറഞ്ഞ് എന്തും കേൾക്കാൻ ഞാൻ തയ്യാറാ. എന്തെന്നറിയില്ല, ഇവിടുത്തെ അനിയൻ അലക്സിന് എന്നെ കണ്ട ചതുർത്ഥ്യ. ഇപ്പൊ തന്നെ മിഴിച്ചൊരു നോട്ട. ഈ ശങ്കുണ്ണി ഇതെത്ര കണ്ടതാ. ശങ്കുണ്ണിയെ വെക്കുള്ളൂ. പിന്നെ എന്റെ മോൾ അമ്പുശോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്ന മാത്തൂട്ടി മുതലാളിക്ക് എന്നോട് പിണക്കാണോ അച്ഛാന്ന്. വന്നോളാം. ചായ കൊണ്ടുവരട്ടെ? കൊണ്ടുവാ. നിന്നെ ജയിലിൽ നിന്ന് വിട്ടോ അതോ ചാടിപ്പോന്നോ? എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിന്റെ അപ്പനെ കാണാൻ.
മനസ്സിലായില്ലേ? വർഗീസ് ജയിലിൽ കിടന്ന് ക്ഷീണിച്ചു വരികയാണ്, പാവം. ആ ചായ അദ്ദേഹത്തിന് കൊടുത്തേക്ക്. കൊണ്ടേ എനിക്ക് ചായ കൊണ്ട. ഇവിടെ അപ്പനല്ല കാര്യം നോക്കുന്നത്, ഞാനാ. നിനക്കെന്താ വേണ്ടത്? എന്റെ ഭൂമി. കുടിയടപ്പിനാണെങ്കിൽ അത് സർക്കാരിനോട് ചോദിക്കും. കുറെ കാലം അവരുടെ പോയി ജയിലായിരുന്നല്ലോ താമസം, അതെനിക്കറിയാമല്ലോ. എന്റെ പുരയിടം കയ്യേറിയവനെ വെട്ടിക്കൊന്നവനാണ് ഞാൻ. എന്റെ ഭൂമി പിടിച്ചെടുത്താൽ നീ എന്നി ഉറപ്പില്ലേ? പാതുകുട്ടി, അപ്പനിൽ ഇറവണ്ട. ഉണ്ടായില്ല, നമ്മുടെ തോട്ടത്തിന് അവകാശമുണ്ടെന്ന്. അവന്റെ ഒരു തുണ്ട് ഭൂമി നീ ഇവിടെ കേസ് പറ. എന്റെ അവകാശം സ്ഥാപിക്കാൻ കോടതി വേണ്ട. സത്യം അറിയാവുന്നവരുണ്ടല്ലോ ഇവിടെ. വർഗീസേ, എല്ലാം നഷ്ടപ്പെട്ടവനാണ് ഞാൻ. ഇനി ഞാൻ അധ്വാനിച്ചുണ്ടാക്കി എന്റെ ഭൂമി കൂടെ തട്ടിപ്പറിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇറങ്ങി പോരാ പുറത്ത്. പുറത്തേക്കല്ല, എന്റെ ഭൂമിയിലേക്കാണ് ഞാൻ പോകുന്നത്. എവിടെക്കാൻ ധൈര്യമുണ്ടെങ്കിൽ വാടാ, നമുക്ക് അവിടെ വെച്ച് കാണാം. വർഗീസേ, നിൽക്ക്. വർഗീസേ, നീ മാത്തുക്കുട്ടിയുമായി വഴക്കിന് പോണ്ട. നീ വേറെ എവിടെയെങ്കിലും കുറച്ച് ഭൂമി വാങ്ങിച്ചോ. അതിനുള്ള പണം ഞാൻ തന്നേക്കാം. എനിക്കതിന് സൗജന്യമൊന്നും വേണ്ട. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ ഭൂമി എനിക്ക് കിട്ടണം. നീ വാശി പിടിക്കരുത്. ഞാൻ പറഞ്ഞ നീ അനുസരിക്കില്ലേ? പറ. എന്നും അനുസരിപ്പിച്ചിട്ടില്ലേ ഉള്ളൂ. വിശ്വസിച്ച് കൂടാണെന്നവരെ പോലും ചതിച്ച് കുറെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. എന്നിട്ടും പോരെ? എങ്കിൽ എന്റെ വീതം കൂടി എടുത്തോളൂ, തികയട്ടെ. എടാ, ഒന്നുകിൽ എനിക്ക് എന്റെ ഭൂമി കിട്ടണം, അല്ലെ എനിക്കൊന്നും വേണ്ട. വർഗീസേ, വിളിക്കരുത്. ഇത്രയും കാലം അവര് കൈവശം വെച്ച ഭൂമിയല്ലേ. കേസിനും കൂട്ടത്തിനും ഒക്കെ പോയാല് ഇല്ല, ഞാനത് ഉപേക്ഷിച്ചു. ഇനി ഒരു വീടും കുടുംബവും ഉണ്ടാകുന്നത് വരെ ഇവിടെ താമസിക്കും, എന്റെ കൂടെ. വേണ്ട കാർക്ക? വേണം. ഈ ദേശക്കാര് മുഴുവൻ അന്നെ മറന്നെന്ന് കണക്കാക്കരുത്. ഈ ഇവിടെ വെറുതെ പാർക്കണ്ട. ഇവിടുത്തെ കാടും മലയെല്ലാം അനക്കറിയാലോ. വർഗീസ് എന്റെ കൂടെ വന്നാല് നമുക്ക് കൂപ്പിലെ പണിയെടുക്കാം, കരാറായിട്ട്. ഈ വയസ്സുകാലത്ത് 4 കായുണ്ടാക്കാൻ ഇനി അതേ ഭയ്യുള്ളൂ. ഈ പെണ്ണിനെ കെട്ടിച്ചു വിടണം. എന്തേ? ശരി. മറിയാമ്മച്ചേർന്ന് ഞാനാ, വർഗീസ്. കർത്താവേ, വർഗീസ്. മക്കളെ, ഹരിത്, ഇതാരാണെന്ന് അറിയില്ലേ? വർഗീസ് ചേട്ടനാ. നിങ്ങൾ എന്തായി ചെയ്തത്? ചേട്ടാ, പൊറുക്കണം. 3-4 ദിവസമായി ഈ തോപ്പിൽ കളവ് നടക്കുന്നു. ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ചേട്ടൻ ഞങ്ങളോട് പൊറുക്കണം. പൊറുക്കുകയൊക്കെ ചെയ്യാം. എന്റെ വയറ് വല്ലാണ്ട് വിശക്കുന്നു. എനിക്കതിന് കഴിക്കാൻ തന്നെ. വാ. അങ്ങേര് പോയത് പിന്നെ ഒരുത്തനും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ കാതർക്കായിരുന്നു ഇടയ്ക്കൊരു സഹായം. ഞാനും എന്റെ മക്കളും കഷ്ടപ്പെട്ടതിന്. അപ്പം പോയാലേ ഞങ്ങൾക്ക് ദുഃഖമുള്ളൂ. കഷ്ടപ്പെട്ടത് ഞങ്ങൾ ഈ മണ്ണിലാണ്. അതുകൊണ്ടിപ്പോ എനിക്കും എന്റെ അനിയനും പുറമെ ജോലിക്ക് തണ്ടേണ്ടി വന്നില്ല. അന്ന വരാറില്ലേ? ഇല്ല. അമ്മായിയുടെ കെട്ടും വിടാഞ്ഞിട്ടാ. ഇല്ലെങ്കിൽ വരും. ആ, വർഗീസ് എവിടെയാ താമസിക്കുന്നത്? എന്നും ആയിട്ടില്ല. ചേട്ടൻ ഞങ്ങളുടെ കൂടെ താമസിക്കേ. ഞാൻ എവിടെ താമസിച്ചാലും
നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും പോരെ?